ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കൊരു ബ്രാൻഡഡ് അക്കൗണ്ട്, യൂട്യൂബിൻ്റെ ബ്രാൻഡഡ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം അതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പുതിയൊരു അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ട് മൊബൈലിലാണ് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബ് ആപ്പിലേക്ക് പോകാം. സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മുടെ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലസ് ബട്ടണാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ നമ്മുടെ ടു മാനേജ് ബൈ ബിസിനസ്, അവിടെയാണ് ബ്രാൻഡ് അക്കൗണ്ട് കൊടുക്കട്ടെ. അവിടെ കൊടുക്കുക, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്താണോ അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മുടെ ബ്രാൻഡഡ് നെയിം കൊണ്ടുപോയി ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമിന് കൊടുക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ പേര് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ജെൻഡർ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്രാൻഡഡ് നെയിം എന്താണോ അത് തന്നെ യൂസ് ചെയ്യണം നല്ലത്. അപ്പോൾ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് എൻ്റെ ബ്രാൻഡഡ് നെയിമാണ് ഇമെയിലിന്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് മല്ലു ക്രിയേറ്റർ. ഇത് നമുക്കിപ്പോൾ ഇമെയിൽ ID അവൈലബിൾ ആണോ എന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവൈലബിൾ അല്ല, കാരണം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറ്റത്ത് ഒരു 20 കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. പാസ്വേഡ് കൊടുത്തതിൻ്റെ നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണിക്കും. കാരണം നമ്മുടെ ഫോൺ നമ്പർ എന്തെന്നാലും ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്തേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ബ്രാൻഡഡ് അക്കൗണ്ടിന് മസ്റ്റായിട്ട് നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കണം. അത് ഫോൺ നമ്പർ കൊടുക്കാണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിൽ എന്തെന്നാലും കൊടുത്തേ പറ്റൂ. അപ്പോൾ നമ്മുടെ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരിക. OTP ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഇത് യെസ് ഐ എം ഇൻ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേരിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി, ബ്രാൻഡഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ പ്രൈവസി സ്റ്റേറ്റ്മെൻ്റ് ആണ് കാണുന്നത്. പ്രൈവസി ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ, ഇത് അഗ്രി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രാൻഡഡ് അക്കൗണ്ട് ഏകദേശം ക്രിയേറ്റ് ആയിട്ടുണ്ട് യൂട്യൂബിൽ. ഇവിടെ സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാൻഡഡ് അക്കൗണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കാണാം നമ്മുടെ ഇപ്പോൾ ഇത് സൈൻ ഇൻ ആയിട്ടുണ്ട്. ഇനി യുവർ ചാനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇത് നമ്മുടെ പേരിൽ ക്രിയേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ബ്രൗസറിൽ നിന്ന് ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ബ്രൗസറിലേക്ക് പോകാം. ഇവിടെ ഞാൻ എൻ്റെ youtube.com എന്ന് അടിച്ച് കൊടുത്തിട്ട് ചെയ്യുക. കാരണം മൊബൈലിലേക്ക് ആകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് youtube.com എന്ന് അടിച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ബട്ടണിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ക്രിയേറ്റ് യുവർ ചാനൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം 2 ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. യുവർ ജേർണി. ഇപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ പേരിൽ. ഇപ്പോൾ കസ്റ്റം നെയിം 2 ഓപ്ഷൻസാണ് കാണിക്കുന്നത്, യുവർ നെയിമും കസ്റ്റം നെയിം. അപ്പോൾ നമുക്ക് സെലക്ട് കസ്റ്റം നെയിം കൊടുക്കാം. നമ്മൾ ബ്രാൻഡഡ് അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് കസ്റ്റം നെയിം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേരെന്താണോ അത് കൊടുക്കുക. എന്നിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് പോളിസി കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ചാനൽ ചോദിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഫോൺ നമ്പർ വെരിഫൈ ചെയ്യണം. ഫോൺ നമ്പർ മസ്റ്റായിട്ട് വെരിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്.
ഫോൺ നമ്പർ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ OTP കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രാൻഡഡ് അക്കൗണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ ഒരു ബ്രാൻഡഡ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് യുവർ ചാനൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഓപ്പണായി വരും. നമുക്ക് ആപ്പിലോട്ട് പോവാം. ഇതിപ്പോൾ ബ്രാൻഡഡ്, ഇതാണ് ശരിക്കും ബ്രാൻഡഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഉപയോഗിച്ച് ബ്രാൻഡഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യരുത്. ഇതാണ് കറക്റ്റ് വേ ഓഫ് ക്രിയേറ്റിംഗ് ബ്രാൻഡഡ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് പോയിട്ട് നമ്മുടെ സെറ്റിങ്സിൽ നമ്മുടെ പേരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ട ഒറ്റ പേരേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ബ്രാൻഡഡ് അക്കൗണ്ട്. ഒരിക്കലും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. ഇതാണ് ശരിക്കും ബ്രാൻഡഡ് അക്കൗണ്ട് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്രാൻഡഡ് അക്കൗണ്ടായിട്ട് യൂട്യൂബ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.